ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു ബീട്രൂട്ടും കടലയും ഒരു ഉരുളക്കിഴങ്ങുമായിട്ട് ഒരു മസാലക്കറിയാണ് വെച്ചിരിക്കുന്നത്. മസാല തോരൻ കണ്ടോ, മസാല ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റായിരിക്കും. മസാലയൊക്കെ ഒന്ന് അരച്ചിട്ടും വയ്ക്കാം, നമുക്ക് പൊടി ഇട്ടിട്ടും വയ്ക്കാം. ഞാനിന്നൊരു ബീട്രൂട്ട് മസാലയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് മസാല നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു വലിയ ബീട്രൂട്ടും ഒരു ഉരുളക്കിഴങ്ങുമായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. കുറച്ച് കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ, 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയ ശേഷം ഒരു ഉള്ളി ചെറുതായി പൊടിയായി വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പൊടിയായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വറന്നിട്ടിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറുമയ്ക്കൊക്കെ ഇടുന്ന വെജിറ്റബിൾ മസാലപ്പൊടിയാണ്. അത് ഞാൻ ഒരു 1.5 സ്പൂൺ, ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കണം. കുറച്ച് ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു മണം ഇളക്കി കൊടുക്കാം. നന്നായി വറന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കും. കുറച്ച് കടല വേവിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് പൊടിയൊന്നും ഇടുന്നില്ല. പക്ഷെ നമുക്ക് വറുത്തിട്ടായാലും കൊത്തമല്ലി, കുരുമുളക്, ജീരകമൊക്കെ ഒന്ന് വറുത്ത് നമുക്ക് വറമുളക് ചേർത്തിട്ട് ഒന്ന് വറുത്ത ശേഷം നന്നായിട്ട് അരച്ചിട്ടും ഇങ്ങനെ വയ്ക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മസാല റെഡി. ബീട്രൂട്ടും കടലയും, ഏത് കടല വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. വലിയ കടല ഇടാം, ചെറിയ കടല ഇട്ട് കൊടുക്കാം. പച്ചപ്പട്ടാണിയും ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അടിപൊളി. ഇതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ട് വേവിച്ചത് ആ കാരണം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.